ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റ്യനുമായി ഇന്നും തെളിവെടുപ്പ്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രതിയെ എത്തിക്കും. ചോദ്യം ചെയ്യലുമായി പ്രതി സഹകരിക്കുന്നില്ലെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. ചേർത്തലയിൽ നിന്നും സുഹൈൽ മുഹമ്മദ് ചേരുന്നു. സുഹൈൽ, ഏതെങ്കിലും തരത്തിൽ ഇയാൾ ഇത് പൂർണ്ണമായി കോൺഫിഡൻസിലാണ്, ഇയാൾ പിടിക്കപ്പെടില്ല, ക്രാക്ക് ചെയ്യാൻ കഴിയില്ല എന്നതിന് ആത്മവിശ്വാസം അയാൾക്കുണ്ട്. ഭാര്യയെ വിളിച്ചു വരുത്തി ഭാര്യയ്ക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അന്വേഷണ പുരോഗതി, സുഹൈൽ? ഹാഷ്മി, അവിശ്വസനീയമായ ആത്മവിശ്വാസമുള്ള ഒരു പ്രതി, അതാണ് സെബാസ്റ്റ്യനെ ഒറ്റ വാക്കിൽ നമുക്ക് നിർവചിക്കാനാകുക. നമ്മൾ ഇന്നലെ കണ്ടതാണ് 7 മണിക്കൂറോളം നീണ്ട പരിശോധന. ആ പരിശോധനകളിൽ ചെറുതും വലുതുമായ 64 അസ്ഥി കഷ്ണങ്ങളും ചോര കറയും ആ വീട്ടിൽ നിന്ന് കണ്ടെത്തി. ആ വീടിന്റെ നമ്മൾ പറഞ്ഞ പോലെ 2.5 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു വലിയ സ്ഥലം, അതിന് നടുവിൽ ഒത്തൊരു വീട്, ആ വീടിന്റെ നടുത്തളത്തിൽ തറയും ഓടുമടക്കി അടക്കം തെരച്ചിൽ നടത്തി ഒരുപാട് തെളിവുകൾ അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആ വീട്ടിൽ നിന്ന് പോലും നടത്തിയ ഒരു സമ്മർദ്ദത്തിലുള്ള ചോദ്യം ചെയ്യൽ സെബാസ്റ്റ്യൻ ഒരു വാക്ക് മിണ്ടിയില്ല എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ചോദ്യങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പഠിച്ചു വെച്ചതുപോലെ ഒരു മറുപടി. ഇവരെ 3 പേരെയും അറിയാമായിരുന്നതിലപ്പുറത്തേക്ക് ഒരു സൂചനകളും അന്വേഷണ സംഘത്തിൽ നൽകിയിട്ടില്ല. ചിരിയും മൗനവുമായിരുന്നു പല ചോദ്യങ്ങൾക്കും സെബാസ്റ്റ്യന്റെ ഉത്തരം. ഈ ആത്മവിശ്വാസം എന്തിനാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിനെ കുഴക്കുന്നത്? അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നലെ ലഭിച്ചിരിക്കുന്ന 64 അസ്ഥി കഷ്ണങ്ങൾ, അതിന് മുന്നോടിയായി ജൂലൈ 28-ന് ആദ്യത്തെ പരിശോധന ലഭിച്ച അസ്ഥികൾ, ഇതിന്റെയൊക്കെ DNA പരിശോധനാ ഫലം വന്ന ശേഷം വളരെ വേഗത്തിൽ കൃത്യതയുടെ ഒരു അന്വേഷണം കൂടി നടത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ഇതിനുശേഷം വിശദമായ ഒരു ചോദ്യം ചെയ്യലും ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ ഉണ്ടാകും. ഇന്ന് പ്രധാനമായും നടത്തുന്നത് സെബാസ്റ്റ്യനെ ശാസ്ത്രീയമായി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെ സമ്മർദ്ദങ്ങളുടെ ഏതൊക്കെ തരത്തിൽ മാനസികമായി അടക്കം ഇയാളെ ചോദ്യം ചെയ്യുക എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉള്ളത്. ഇതിന്റെ ഭാഗമായി ചിലപ്പോൾ ഭാര്യ അടക്കം വിളിച്ചു വരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിന് സാധ്യതയുണ്ട്. സെബാസ്റ്റ്യന്റെ ഭാര്യയും ചോദ്യം ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.